ഏറ്റവും ഉചിതമായ ഇടത്ത് പ്രതിഷ്ഠിക്കുമ്പോഴാണ് ആ വാക്കിന് സൗന്ദര്യം കൊടുക്കുന്നത്. രണ്ടാമത്, രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ഫുലിംഗമുണ്ട്. പലപ്പോഴും നമ്മൾ പാട്ടുകളിലും കവിതകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം, അമ്മ മഴക്കാരന് കണ്ണിറങ്ങി വന്നു. അമ്മയും മഴക്കാരനും ഒരുമിച്ച് കൂടാത്ത രണ്ട് വാക്കുകളാണ്. അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കൽക്കണ്ട കിനാവ് പാടം എന്ന് നമ്മൾ മുമ്പ് കേൾക്കാത്ത വാക്കാണ്. കൽക്കണ്ട നമ്മൾ കേട്ടിട്ടുണ്ട്, കിനാവ് നമ്മൾ കേട്ടിട്ടുണ്ട്, പാടം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കൽക്കണ്ട കിനാവ് പാടം എന്ന് കേൾക്കുമ്പോഴാണ് പാട്ടിന് ഇതിന്റെ സൗന്ദര്യം ഉണ്ടാകുന്നത്. വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത്, വാക്കുകൾക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത് അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എടുത്തു നോക്കുമ്പോഴാണ്. രണ്ടാമത്, വാക്കുകൾക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത് അത് യോജിക്കുന്നതോ യോജിക്കാത്തതോ ആയ പദങ്ങളോടൊപ്പം ചേർത്ത് നിൽക്കുമ്പോഴാണ്. യോജിക്കാത്ത പദങ്ങളുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് മൊരി മുതിര എന്നൊക്കെ പറയുന്നത് പോലെ ചേർന്ന് നിൽക്കാത്ത ഒക്കെ ഉണ്ട്. കല്ലും മഴയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ കല്ലുമഴ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത, ഒരു യോജിപ്പുമില്ലാത്ത രണ്ടാളുകളെ ചേർന്ന്. ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് തീ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കുന്ന ഒരു വാതകമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോഴാണ് ലോകത്തിന് ജീവിക്കാൻ പര്യാപ്തമായ ഏറ്റവും നല്ല ഒരു വസ്തു ലഭിക്കുന്നത്, ഒരു ദ്രാവകം ലഭിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. വെള്ളം ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ. രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള കൂടിച്ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടായതെന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് രണ്ടുപേരെ കിട്ടുക. ഈ രണ്ടുപേരെയും വ്യത്യസ്തമാക്കി നിർത്തിയാൽ ഒരാൾ കത്താൻ സഹായിക്കുന്നതാണ്, ഒരാൾ പൊട്ടിത്തെറിക്കുന്ന ആളുമാണ്. എന്നാൽ ഇവ രണ്ടുപേരും ചേരുമ്പോൾ ലഭിക്കുന്ന ജലമുണ്ടല്ലോ, ജലവും വാക്കും തമ്മിലുള്ള ബന്ധം അത് ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. വാക്കുകൾ ജലത്തിൽ ഉണ്ടാക്കുന്ന അനുരണനങ്ങളെ കുറിച്ച്. നമ്മൾ ഓരോ കാലത്തും, ഞാനെൻ്റെ കവിതകളിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ പാട്ടുകളിലൊക്കെ ഞാൻ വാക്ക് എന്ന് പറയുന്ന വാക്കിന് പലതവണ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയ ഒരു പാട്ടുണ്ട്. ഒറ്റ വാക്കിന്റെ ദൂരമേയുള്ളൂ, എത്ര നേരം നടന്നു നാം,
ഒറ്റ വാക്കിന്റെ ദൂരമേ ഉള്ളൂ. ഒറ്റ വാക്കിന്റെ ദൂരമേ ഉള്ളൂ മനുഷ്യന്മാര് തമ്മിലൊക്കെ ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ എത്ര നേരമാണ് അതുകൊണ്ട് നടന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നിർത്താൻ ഒറ്റ വാക്ക്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളില്ലാതാവാൻ ഒറ്റ വാക്കാണ്. അനേക കാലം ഉള്ള ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടാൻ ഒറ്റ വാക്കുന്നു. ഒറ്റ വാക്കിന്റെ ദൂരമേ ഉള്ളൂ. എത്ര നേരം നടന്നു നാം. ഒറ്റ നോക്കിന്റെ കാര്യമേ ഉള്ളൂ. എത്ര കാലം മറന്നു നാം. തമ്മിലെത്ര കാലം അകന്നു നാം. ഒരു വാക്കിന്റെ കാര്യമുള്ളൂ. ദുരന്തന്റെ വാക്ക് കുഴപ്പമുണ്ടാക്കും. ക്രൂരവാക്ക് ശല്യം എടുക്കും ചികിത്സകനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രൂരവാക്കുകളുടെ ശല്യം അത് വലിയ വ്രണമാണ് ഉണ്ടാക്കുക. ആ വ്രണം ഇല്ലാതാക്കാൻ ഒരു ചികിത്സകന് പോലും കഴിയുകയില്ല, ഒരു വിഷഗ്വരന് കഴിയില്ല എന്ന് നാം കേട്ടിട്ടുണ്ട്. ഒറ്റവാക്കിന്റെ ക്രൂരമാം മൂർച്ചയിൽ അറ്റുപോകും വിലപ്പെട്ടതൊക്കെയും. ഒറ്റവാക്കിന്റെ ക്രൂരമാം മൂർച്ചയിൽ അറ്റുപോകും വിലപ്പെട്ടതൊക്കെയും. ഒറ്റ വാക്ക് മതി നമുക്ക് ഏറ്റവും വിലപ്പെട്ടതിനൊക്കെ ഇല്ലാതാക്കിയത്. അപ്പൊ വാക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരായുധമാണ്. വാക്കുകൾ പൂക്കുന്ന കാലം വരും, അന്ന് തോക്കുകൾ നിശബ്ദമാവും. ഇപ്പൊ വാക്കുകൾ പൂത്തു തുടങ്ങിയിട്ടില്ല. വാക്കുകൾ പൂത്തു തുടങ്ങുമ്പോഴാണ് തോക്കുകളൊക്കെ നിശബ്ദമായി പോകുന്നത്. ഈ പുസ്തകം വായിച്ചപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വാക്കുകളുടെ സൗന്ദര്യത്തെ കുറിച്ച്, വാക്കുകളുടെ മൂർച്ചയെ കുറിച്ച്, വാക്കുകളുടെ ആർദ്രതയെ കുറിച്ച്, വാക്കുകളുടെ സംഗീതാത്മകതയെ കുറിച്ച്, വാക്കുകളുടെ ഒളിച്ചുവെക്കലിനെ കുറിച്ച്, വാക്കുകളുടെ ഗൂഢതയെ കുറിച്ച് ഒക്കെയുണ്ട്. വാക്കുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, വാക്കുകളിൽ സത്യമുണ്ട്, വാക്കുകളിൽ നുണയുമുണ്ട്. നമുക്ക് ഏത് വികാരത്തെയും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് വാക്കുകൾ എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ വാക്കുകളാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തിയായി ലഭിച്ചിട്ടുള്ളത്. ഒരാളെ പുരസ്കാരം നൽകി ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ പുരസ്കാരം കൊടുക്കുന്നവരും ആദരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. പക്ഷെ പുരസ്കാരങ്ങൾ മാത്രമല്ല സമൂഹത്തിലുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തിരസ്കാരങ്ങളുണ്ട്. ജയചന്ദ്രൻ പറഞ്ഞൊരു അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആ അനുഭവം പറയുമ്പോൾ എനിക്ക് ചില ഫിലോസഫി നമ്മുടെ മനസ്സിലേക്ക് വന്നു. അദ്ദേഹം ഗുരുവായൂരിനടുത്തുള്ള ഒരു കോളേജിൽ ഫൈനാൻസ് ഡേ ഉദ്ഘാടനത്തിന് പോയ ഒരു അനുഭവം പറയുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് MS വിശ്വനാഥൻ ഉൾപ്പെടെയുള്ള മ്യൂസിക് ലെജൻസ് അവിടെ ഉണ്ട്. അപ്പോ ജയചന്ദ്രനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ഇന്നലെ ഒരു പാട്ട് പാടിയത്ര രാജീവ നയനേനിയുടെ രാഗവിലോലേനിയുടെ മനോഹരമായ ഗാനം പാടി സദസ് അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി. സൂചി വീണാൽ കേൾക്കുന്ന അത്രയും നിശബ്ദത ആ ഹാളിനകത്ത് തളം കെട്ടിയിരുന്നു. ജയചന്ദ്രൻ പാട്ട് പാടിയിരുന്നപ്പോ തൊട്ടടുത്തിരുന്ന MS വിശ്വനാഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, അസലായിട്ടുണ്ട്, ആരാണ് പാട്ട് കമ്പോസ് ചെയ്തത്? ജയചന്ദ്രൻ പറഞ്ഞു, എനിക്ക് പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെയും ഒക്കെ സംഗീതത്തിലെ അപാരമായ പ്രതിഭയുള്ള ഒരാളാണ് ഇത് സംഗീതം ചെയ്തത്. ആരാണ് എന്ന് വീണ്ടും MS വിശ്വനാഥൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, MS വിശ്വനാഥൻ എന്നാണ് ആ സംഗീതത്തിന്റെ പേര്. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു അത്രേ ജയചന്ദ്രൻ. പക്ഷെ ജയചന്ദ്രൻ അടുത്ത് പറഞ്ഞൊരു വാക്യമുണ്ട്, MS വിശ്വനാഥൻ അത് മറന്നു പോയിരിക്കുന്നു, പക്ഷേ ലജൻഡായ ആളുകൾ, പ്രതിഭകളായ ആളുകൾ എന്നതിന് തലയിലെത്തിക്കൊണ്ടുവരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ സമൂഹത്തിന്റെ നമസ്കാരങ്ങളാണെന്നാണ് പറയാ, ആദരവുകളൊക്കെ. അത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ തിരസ്കരിക്കപ്പെടുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഓരോ പുരസ്കാരങ്ങളും ഉദാത്തമാകുന്നത്. ഇപ്പൊ ഞാൻ
സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോയാൽ ഉറപ്പാണ് എൻ്റെ ശബ്ദം നിങ്ങൾ ഇപ്പോൾ കേൾക്കണം, ഇനിയും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ യുദ്ധഭാഷണം നിശബ്ദമാവും, വെളിച്ചം കിട്ടുപോകും. കരണ്ട് കുറേ സമയത്തേക്ക് വന്നില്ല എങ്കിൽ വീട്ടിലെ ഫ്രിഡ്ജുകൾ ഇല്ലാതാവും, പച്ചക്കറികളും മാംസവും ഒക്കെ ചീഞ്ഞളിയും, വാഷിംഗ് മെഷീൻ പിന്നെ ഉരുളുകയില്ല, അഴുക്ക് വരേണ്ട തുണികൾ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ അമ്പടിച്ച് നിൽക്കും, വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിണറ്റിൽ നിന്ന് മുകളിലേക്ക് കയറുകയില്ല, AC വർക്ക് ചെയ്യില്ല. 2 ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാ മൊബൈൽ ഫോണുകളും ചത്തു തീരും. 1 രൂപ പോലും ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോവില്ല. ഒരു സന്ദേശം പോലും ഒരാളെ തേടി പറന്നു ചെല്ലുകയില്ല. വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ കഴിയുകയില്ല. അത് പമ്പിൽ നിന്ന് ഈ ഇന്ധന വാഹനത്തിലേക്ക് വരണമെങ്കിൽ വൈദ്യുതി വേണം. അങ്ങനെ വെന്റിലേറ്ററിൽ ശ്വാസത്തിന് വേണ്ടി പിടയുന്ന രോഗികളൊക്കെ മരിച്ചു തീരും. ഒരു ശസ്ത്രക്രിയയും നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഇല്ലാതായി തീരുമ്പോൾ ഈ ലോകം തന്നെ നിശ്ചലമായി പോകും. പക്ഷെ വൈദ്യുതി കണ്ടുപിടിച്ച മനുഷ്യനെ നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? പുസ്തകം എഴുതിയ ആളുകളെ നമ്മൾ ആദരിക്കാറുണ്ട്, പുരസ്കരിക്കാറുണ്ട്. അവരുടെ കൃതികളെ കുറിച്ചും സാഹിത്യ സൃഷ്ടികളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ലോകത്തെ അമ്പരപ്പിക്കുന്ന ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാറില്ല, അത്ര ആദരവോടുകൂടി നിൽക്കാറില്ല. ഇപ്പൊ വൈദ്യുതി ഈ ലോകത്തിന് സമ്മാനിച്ച മനുഷ്യന്റെ പേര് മൈക്കിൾ ഫാരഡേ എന്നാണ്. മൈക്കിൾ ഫാരഡയെ കുറിച്ച് ഞാൻ പറയുന്നത് 12-13 വയസ്സായപ്പോൾ വിദ്യാലയം തിരസ്കരിച്ച ഒരാളാണ്. വിദ്യാലയത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഒരാളാണ്. അങ്ങനെ വിദ്യാലയത്തിൽ നിന്ന് 12-ാമത്തെയോ 13-ാമത്തെയോ വയസ്സിൽ പുറത്തു പോയ ഒരാളിൽ നിന്ന് ഇത്രയും അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. വിദ്യാലയങ്ങളിൽ നിന്ന് മാർക്ക് വാങ്ങി ഒരുപാട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി ലോകമെമ്പാടും ആദരിച്ച ഒരു അതുല്യ പ്രതിഭയ്ക്കൊക്കെ ഏത് കണ്ടെത്താൻ കഴിയുമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഫാരഡേ പിന്നീട് ഏർപ്പെട്ട ജോലിയാണ് അദ്ദേഹത്തെ അത്ഭുതകരമായ ഈ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം പിന്നീട് ഏർപ്പെട്ട ജോലി ബുക്ക് ബൈൻഡ് ചെയ്യുന്ന ഒരു കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. ബുക്ക് ബൈൻഡ് ചെയ്യുന്ന ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഫാരഡേയുടെ മുന്നിലേക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം പുസ്തകങ്ങൾ വരുന്നു. ഇങ്ങനെ ഏടുകളായിട്ടുള്ള അറിവുകളാണ് അയാളുടെ മുന്നിലെത്തുന്നത്. താളുകളായിട്ടാണ് അത് അയാളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഓരോന്നും അയാൾ വായിക്കുന്നു. അപ്പോൾ ബൈൻഡ് ചെയ്യാൻ കൊണ്ടുകൊടുത്ത ആളുകൾ ഉടമയെ ശകാരിക്കുന്നു. ഞങ്ങൾ ഈ കൊണ്ടുകൊടുത്തത് തുന്നി വെച്ചാൽ പോലെ ഈ ആൾക്ക് ഇവൻ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ താമസിപ്പിക്കുന്നത്? കടയുടമ കുറെ കൂടി സർഗാത്മകതയുള്ള ആളായതുകൊണ്ട് ആ കുട്ടിയുടെ വായനയെ പോഷിപ്പിക്കുന്നു. അയാൾ ആ കുട്ടിയെ പ്രചോദിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ അയാൾ നിരന്തരമായി അയാളെ പുരസ്കരിക്കുന്നു. നമുക്കൊക്കെ സാധിക്കും ഒരു ദിവസം ഒരാളെ പുരസ്കരിക്കണം. പക്ഷെ നിരന്തരമായി പുരസ്കരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് ആ കടയുടമ ചെയ്യുന്നത്. നീ വായിക്കുന്നു, നിനക്ക് ഇന്നും പുരസ്കാരമുണ്ട്, നാളെയും പുരസ്കാരമുണ്ട്, ഇന്നും അയാളെ പുരസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പുരസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ വരുന്ന ആളുകൾ ഈ കുട്ടിയുടെ വായന കൗതുകത്തെ അംഗീകരിക്കുകയാണ്. എത്ര നേരം കാത്തു നിൽക്കാനും അവർ തയ്യാറാവുകയാണ്. ഏറ്റവും ഒടുവിൽ തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ നടക്കുന്ന വൈദ്യുതിയെ കുറിച്ചുള്ള ഒരു സെമിനാറിൽ ഫാരഡേക്ക് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടുന്നു. പണമില്ല, ടിക്കറ്റ് കൊടുത്തിട്ടുള്ള പ്രസംഗമാണ്. കടയുടമ കൊടുത്ത പണം കൊണ്ട് അയാൾ അവിടെ പോയി ആ പ്രസംഗം കേൾക്കുന്നു. ആ പ്രസംഗം കേൾക്കുന്ന ആ സമയം വരെ വൈദ്യുതി ലോകത്തിൽ ഉണ്ടായിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വൈദ്യുത വെളിച്ചത്തിലല്ല അവർ സംസാരിച്ചത്. അപ്പോ ഈ പ്രസംഗത്തിന് ശേഷം ആണ് ഫാരഡേ എന്ന് പറയുന്ന മനുഷ്യൻ വൈദ്യുതി കണ്ടുപിടിക്കാനുള്ള തന്റെ പരിശ്രമം ആരംഭിക്കുന്നതും അതിൽ എത്തിച്ചേരുന്നതും എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാക്കിന്റെ പ്രചോദനം
കിട്ടിയ പുസ്തകങ്ങളിലെ വാക്കുകളാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അയാൾക്ക് കിട്ടുന്ന പുരസ്കാരങ്ങളാണ്. തൊട്ടു മുമ്പ് തിരസ്കരിക്കപ്പെട്ട ഒരാളെ നിരന്തരം പുരസ്കരിക്കുന്നു എന്ന് പറയുന്നത് സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ ആദരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആദരവും പുരസ്കാരങ്ങളുമൊക്കെ നമുക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജമായിട്ടാണ് തീരേണ്ടത്. ഇപ്പോ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ വൈറലാകാറുണ്ട്. ഈ വൈറലാകുന്ന സമയങ്ങളിൽ നമ്മൾ അത്തരം വൈറലായിട്ടുള്ള ആളുകളുടെ പിറകെ നമ്മൾ ഓടിച്ചിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വിട്ടു. സമൂഹം അങ്ങനെയാണ്. സമൂഹത്തിൻ്റെ വലിയ ഒരു പ്രത്യേകതയാണ്. ഞാനൊരു നമ്മുടെ നാട്ടിലുള്ള ഒരു ഐതിഹ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഐതിഹ്യം ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് പെരുന്തച്ഛൻ്റെ കഥയാണ്. പെരുന്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ തത്വശാസ്ത്ര പ്രവൃത്തികൾ ചെയ്ത ആളാണ്. ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് കോവിലകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വാതിലുകൾ പണിഞ്ഞിട്ടുണ്ട്, ജനലുകൾ പണിഞ്ഞിട്ടുണ്ട്, ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇനി ഒന്നും തെളിയിക്കാനില്ല, അത്രയും കേവലമായ തച്ചനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെരുന്തച്ഛൻ എന്ന പേര് തന്നെ കിട്ടിയത്. ആ പെരുന്തച്ഛൻ ആ ഉളിയന്നൂരിലെ പാലത്തിന് കുറുകെ ഒരു പാവയെ വെക്കുകയാണ്. ഒരുപക്ഷെ തച്ചന്റെ ശില്പജീവിതത്തിലെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്ത്, അതിനേക്കാൾ എത്രയോ മഹത്തരമായ പ്രവർത്തികൾ പെരുന്തച്ഛൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അയാളൊരു ചെറിയ പാവയെ വെക്കും. ആ പാവ ചില കുസൃതികൾ കാണിക്കുന്നു. പാലത്തിലൂടെ നടന്നു പോകുന്ന ആളുകൾ പാലത്തിന്റെ മധ്യത്തിലെത്തുമ്പോൾ ചരടിലൂടെ കയറി വരുന്ന പാവ അവരുടെ മുഖത്തേക്ക് തുപ്പും. ഇതാണ് അത്ഭുതമുണ്ടാക്കിയ കാഴ്ച. അവിടെ കൂടിയ ആളുകൾ ഇത് കാണാൻ തനിച്ചു കൊടുക്കും. അപ്പൊ പെരുന്തച്ഛന്റെ മകന് തോന്നി ഒരു എതിർപാവയെ വെക്കണം. ആ കൊച്ചു തച്ചൻ ഒരു എതിർപാവയെ ഇപ്പുറത്ത് വെച്ചു. അച്ഛന്റെ പാവ കയറി വരുന്ന വഴിയിൽ മകന്റെ പാവ പോയി ഒന്ന് നോക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ തച്ചുശാസ്ത്രപരമായി നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ അത് വൈറലായി, പയ്യനങ്ങ് വൈറലായി, ആളുകൾ അങ്ങ് ഏറ്റെടുത്തു. ഇയാൾ കേമനായ തച്ചനാണെന്ന് പറഞ്ഞു. അതേവരെ പെരുന്തച്ഛൻ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഒറ്റ ദിവസം കൊണ്ട് റദ്ദ് ചെയ്ത് കളഞ്ഞു. പിന്നീട് അവിടെയുള്ള പണികൾക്കൊക്കെ വരുമ്പോ തച്ചൻ വേണോ കൊച്ചന വേണോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ വേണ്ട കൊച്ചൻ മതി എന്ന് പറയുന്നു. ഇനി അച്ഛന്മാർ ആ ചിന്തയിലിടാൻ ഒരാളായിക്കോട്ടെ എന്ന അർത്ഥത്തിൽ അയാൾ അനവധി തവണ പരിഹസിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ വലിയ ഒരു പണി കൊച്ചു തച്ചനെ ഏൽപ്പിക്കുകയാണ്, നാടുവഴി ഏൽപ്പിക്കുകയാണെന്നാണ് നമ്മൾ കഥയിൽ കേട്ടിട്ടുള്ളത്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല, മേൽക്കൂട്ടുറപ്പിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ മുകളിൽ കയറുന്നുവെന്നും മേൽക്കൂട്ടുറപ്പിക്കുന്നതിനിടയിൽ അച്ഛൻ അസൂയ മൂത്ത് മകനെ കൊന്നു എന്നാണ് നമ്മൾ പറയുക. എപ്പോഴും പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്നാണ് നമ്മൾ പറയുക. പക്ഷെ നമ്മൾ ഒരു ചോദ്യം അവിടെ ഉയർത്തിയിട്ടേ ഇല്ല. ഏതാണ് ചോദ്യം? എന്തിനായിരുന്നു അച്ഛൻ മുകളിൽ കയറിയത്? ഉത്തരമടങ്ങിട്ടാണ് മോന് പണിയാന്നോടാത്തത് കൊണ്ടാണ്. പണി അറിയാമായിരുന്ന അച്ഛനാണെങ്കിൽ മുകളിൽ അച്ഛൻ കയറില്ലേ. അങ്ങനെ ഒരു അച്ഛന് മകനെ കൊല്ലേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. MT അത് വേറൊരു തരത്തിലാണ് ആ തന്റെ സിനിമയിൽ ആ കഥയെ മാറ്റി എഴുതിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിടുക്കന്മാരാണ്. എല്ലാവരും കൂടി ചേരുമ്പോൾ മാത്രമേ ഈ ലോകം ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ അത്രയും വ്യത്യസ്തരാണ്. 800 കോടി മനുഷ്യരുടെ വിരൽത്തുമ്പിൽ 800 കോടി വൈവിധ്യങ്ങളാണ് തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ളത്. ഒരാളെ പോലെ ഒരാളില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്ത് എന്തുമാത്രം വൈവിധ്യങ്ങളാവും തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടാവുക. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കണ്ടെത്താനാവാത്ത വിധം വൈവിധ്യങ്ങൾ കൊണ്ട് അലങ്കരിച്ചു വെച്ച മനുഷ്യന്റെ തലച്ചോറിനെ, സർഗാത്മകതയെ, അവന്റെ ജീവിതത്തെ മനോഹരമാക്കുന്ന ചില നിമിഷങ്ങളാണ് നമ്മൾ മറ്റൊരാളെ ആദരിക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഈ ചടങ്ങിന് ഇത് സംബന്ധമായ എല്ലാ പ്രവൃത്തികൾക്കും ഏറ്റവും വലിയ തോതിലുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിപ്രായം.